ഓക്കെ, യാടിനാടു വീഡിയോ നമ്പർ 6 ഉള്ളത് 7. ടൈം 11:04 AM 25/10/2016. എനിക്ക് ഷോ മീൻ്റെ മീനിങ്ങാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരെണ്ണം കൂടെ കട്ട് ചെയ്തിരുന്നു. ഓക്കെ, ഷോ മീൻ്റെ മീനിങ്ങിന് ഇപ്പോൾ പാടി തരണ്ടേ. Show me the meaning of being lonely. ഇതാണ് എൻ്റെ സ്കെയില്. ഇതിലിപ്പോൾ ബേസിക്കലി ഇത് സി എന്ന് വിളിക്കും. സി, ഡി, ഇ, എഫ്. കാണാമോ എന്തോ ഇല്ലല്ലേ? ഓക്കെ, സി, ബുദ്ധിമുട്ടാവുമല്ലോ ഇത്. സി, ഡി, ഇ, ഇ, എഫ്, ജി, എ, ബി, പിന്നെ സി. സരിഗമപനിസ എത്ര ലെറ്റർ ഉണ്ടെന്ന് അറിയാമല്ലോ? 7. 8ാമത്തത് പിന്നെ റിപ്പീറ്റ് ആണ്, സാധനം പിന്നെയും വരും. അതുപോലെ തന്നെ ഇതിലിപ്പോൾ കീബോർഡിൽ വരുന്ന സമയത്ത് ഇതിനെ സി എന്ന് വിളിക്കുന്നത്. ഈ സിന്ന് പിന്നെ ഡി, ഇ, എഫ്, ജി, പിന്നെ എ, ബി, പിന്നെ സി വരും. സി, ഡി, അങ്ങനെ പിന്നെയും പോകും. അപ്പോൾ ഇത് വൈറ്റ് കട്ടയുണ്ട്, ബ്ലാക്ക് കട്ടയുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കിടക്കുകയാണ്. ഓരോ ഒക്ടേവ് എന്ന് പറയും. ഇത് ഇത്രയും ഒരു ഒക്ടേവ്, അത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത ഒക്ടേവ്, അത് സി ടു സി, അടുത്തത് സി ടു സി, സി ടു സി, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ മ്യൂസിക്, ഈ കീബോർഡ്, അത് പിയാനോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയാനോ ഫോർട്ടെ എന്നാണ് എൻ്റെ ഒറിജിനൽ പേര്. അപ്പോൾ പിയാനോ ഫോർട്ടെ എന്ന് അതിന് പേര് വരാൻ കാരണം വെച്ചാൽ പിയാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് എന്നുള്ള ഒരു അർത്ഥം വരുന്നു. അടുത്ത് ഫോർട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിയാനോയിൽ മറ്റൊരു ഇൻസ്ട്രുമെൻറ്റിൽ ഇല്ലാത്തൊരു പ്രത്യേകത ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ലൈറ്റും ലൗഡുമായിട്ടുള്ള, സോഫ്റ്റും ലൗഡുമായിട്ടുള്ള സൗണ്ട്സ് ഒരേപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് പിയാനോ. അതുപോലെ തന്നെ അതിന് വൈഡ് സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇതുണ്ട്, ഫ്രീക്വൻസി വളരെ ലോ ഫ്രീക്വൻസി. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇത്രയും ഒരു ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് നമുക്ക് കേൾപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ പിയാനോ. അപ്പോൾ പിയാനോ എന്ന് പറയുമ്പോൾ അതിൽ സ്ട്രിങ് ഉള്ള സാധനത്തിനാണ് പിയാനോ. കീബോർഡ്, ഇതിപ്പോൾ കീബോർഡാണ്. ഈ ഇരിക്കുന്ന സാധനം കീബോർഡ് എന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഇതിന് മിഡി കീബോർഡ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്തൂടെ ഒരു വെറും ഇൻപുട്ട് ഡിവൈസ് മാത്രമേ, ഇതിനകത്ത് സ്വന്തമായിട്ട് ടോണൊന്നുമില്ല. ടോണ് ഇരിക്കുന്നത് സിസ്റ്റത്തിലാണ്. നമ്മുടെ വർക്ക് സ്റ്റേഷൻ എന്താ പറയുന്നത്, ഡിജിറ്റൽ വർക്ക് സ്റ്റേഷൻ, WD. അപ്പോൾ അതിന് ഒരു സോഫ്റ്റ്വെയറാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ടോൺസ് നമ്മൾ പാട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്ന് തന്നെ മ്യൂസിഷ്യനെ കൊണ്ട് പ്ലെയറിനെ കൊണ്ട് വായിപ്പിച്ച് മൾട്ടിപ്പിൾ ടൈംസ് വായിപ്പിച്ചാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ വന്നപ്പോൾ എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയപ്പോൾ ഇപ്പോൾ ആർക്കും പാട്ടുണ്ടാക്കുന്ന ഒരു ലെവലെത്തി. കുറച്ച് കാശ് മുടക്കി സോഫ്റ്റ്വെയർ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ആർക്കും ഇപ്പോൾ കാശുണ്ട്. പക്ഷേ റഹ്മാൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും പഴയ ഈ സോഫ്റ്റ്വെയർസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ആളുടെ കയ്യിലുള്ള ടോണ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ആൾക്ക് നല്ല എൻ്റെ ഒരു സോഴ്സുണ്ട്, റഹ്മാൻ. ഓക്കെ, അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്ന സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ്. ഡ്യുവൻ്റ് ഉണ്ട്,
ക്യൂബേസ് ഉണ്ട്, പിന്നെ ഏതൊക്കെയുള്ള FL Studio. FL Studioയുടെ ഓൺലൈൻ ഏറ്റവും കൂടിയത്, കാരണം അത് മാക്കിലുള്ളതാണ്. മാക് CVOസിൻ്റെ മാക്കിൻടോഷിൽ വർക്ക് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ് FL Studio. അതാണ് മിക്കവാറും DJമാർ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാം. മാക്കിൻ്റെ സോഫ്റ്റ്വെയർ മാത്രമല്ല മാക്കിൻ്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. അല്ല വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. ഓക്കെ, FL Studio ആണ് ഓൺലൈൻ കൂടുതൽ സാധനമായിട്ട് എനിക്ക് അറിയാവുന്നത്. എന്തൊക്കെ സാധനം എടുത്താലും കാര്യങ്ങളെല്ലാം ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ സ്റ്റുഡിയോ വണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആണെന്നുള്ളത്. അതായത് കൂടുതൽ വലുതായിട്ട് കോംപ്ലിക്കേഷൻ വരാതെ രീതിയിൽ കുറച്ചും സിംപ്ലിഫൈഡ് ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ടൈപ്പിൽ ആണ് ഇതിനകത്ത് ഇപ്പോൾ എടുത്ത് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ താഴെ എഡിറ്റ് മിക്സ് ബ്രൗസ് ഉണ്ട്. ബ്രൗസിനകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നത്. ബ്രൗസിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, എഫക്ട്സ് ഉണ്ട്, ലൂപ്സ് ഉണ്ട്, ഫയൽസ് ഉണ്ട്, ക്ലൗഡ്, പൂൾ, അങ്ങനെ കിടപ്പുണ്ട്. പൂൾ ഓക്കെ. അതിൽ ഇൻസ്ട്രുമെൻറ്റ്സിന് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊക്കെ കാശ് കൊടുത്ത് തന്നെ വാങ്ങിക്കണം. ഇപ്പോൾ അതിന് VSTs എന്താ പറയുന്നത്, വിസിയുടെ ഫുൾ ഫോം മറന്നുപോയി. ഓക്കെ, എന്തായാലും സാധനം ഉപയോഗിക്കാറിയാം. അപ്പോൾ അതിൽ നിന്ന് ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഡ്രാഗ് ചെയ്തിടുക. നമുക്ക് ഇഷ്ടം പോലെ ടോൺസ് ഉണ്ട്. അപ്പോൾ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ടോൺസും നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ടോണും കേട്ട് തല വയ്ക്കുക. ചിലപ്പോൾ അതിനും വേണ്ടി വരില്ലായിരിക്കും. അതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഒരു പാട്ട് പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡിൽ വരുന്ന മ്യൂസിക്ക്, നമുക്ക് മൈൻഡിൽ വരുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. അത് ആ ഒരു ലെവലെത്തണം. ആ ലെവലെത്തിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ആ രീതിയിൽ തന്നെ അതല്ലേ നമ്മൾ എല്ലാവരും ക്രിയേറ്റീവ് രക്ഷയില്ല. കാരണം നമ്മുടെ തലയിൽ വരുന്ന സാധനം അത് യൂണിക്കായിരിക്കും, മറ്റൊരാളുടെ തലയിൽ അതേപടി വരാൻ പറ്റും. കാരണം ഡിഫറൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ആക്ച്വലി എളുപ്പമാണ്, പക്ഷേ സിമിലർ ആവാൻ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ട് സാധനം ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ? എങ്ങനെ ശ്രമിച്ചാലും അവിടെ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഒരാറ്റത്തിൻ്റെ വ്യത്യാസം വരില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ ക്രിയേറ്റീവ്. അപ്പോൾ ഒരാൾ ഡയറക്ടർ ആവുന്നത് എപ്പോഴാണ്? എല്ലാവരും ഡയറക്ടേഴ്സാണ്, എല്ലാവരും മ്യൂസീഷ്യൻസാണ്, എല്ലാവരും ഡയറക്ടേഴ്സാണ്. സിംഗ് എല്ലാവർക്കും പാടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തൊണ്ടോണ്ട് ഒരു സൗണ്ട് ഉണ്ടാക്കുക, ആ ഒരു വോക്കൽ കോഡുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലിപ്പോൾ പ്രസ് നമ്മൾ ചെയ്യുന്ന സാധനം പകരം തൊണ്ടോണ്ട് ചെയ്യുക. ഇതിനുള്ള ആ ഒരു വോക്കൽ കോഡ് മുകളിലോട്ട് താഴോട്ട് പോകുന്ന സമയത്താണ് സൗണ്ട് സ്വിച്ച് മാറുന്നത്, ടോൺ മാറുന്നത്. അപ്പോൾ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ ടോൺ ഇതിലിപ്പോൾ ഇങ്ങനെ വായിക്കുന്ന പോലെ തൊണ്ടയിൽ അത് ചെയ്യാൻ പറ്റണം. അത് ആ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റുന്നതാണ്. ഒട്ടും പാടാൻ പറ്റാത്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടോ ഇനി ഇറങ്ങി പഠിപ്പിച്ചു പറയാം. അപ്പോൾ തെറ്റായിട്ട് പാടുന്നത് അതൊരു കഴിവാണ്. കാരണം എനിക്ക് NSS പോയ സമയത്ത് അവിടെ എന്താണ് ഇത് NSS ഗാനങ്ങളുണ്ട്. എന്തായിരുന്നു പാട്ടുണ്ടായിരുന്നില്ല, ഹോങ്കി കാമിഹ ആ ടൂണില് മലയാളത്തിലാക്കിയാണ് അവർ പാടിയത്. അതിൻ്റെ കറക്റ്റ് മലയാള അർത്ഥമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും സംഭവം നല്ല രസമുള്ള കേൾക്കാൻ എല്ലാവരും കൂടി ചോദിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവരെ കൂടെ സിംഗായിട്ട് പാടാനേ പറ്റുന്നില്ല. അവര് ഈ പറഞ്ഞില്ലേ സരിഗ പതിനിസ എന്ന് പറയുന്ന സാധനത്തിന് ഓരോ സാക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഈക്ക് ഒരു ഫ്രീക്വൻസി, ഇതെല്ലാം ഒരു ഫ്രീക്വൻസി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇൻഫിനിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഫൈനൈറ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കുക, ലോജിക്കലി ഫൈനൈറ്റ് ആയിട്ട് കുറേ സാധനങ്ങൾ എടുത്ത് ഫ്രീക്വൻസി സെറ്റ് ചെയ്തിരിക്കുന്നത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക. എത്ര 7 വെച്ച് ഡിവൈഡ് ചെയ്ത് 12 ആക്ച്വലി നോട്ട് 7 അല്ല. കാരണം ഇതിലിപ്പോൾ സി ഇത്ര ഞാൻ പറഞ്ഞോളൂ. ഇതിനിടയ്ക്ക് ബ്ലാക്ക് നോട്ട്സ് ഉണ്ട്. ബ്ലാക്ക് നോട്ട്സ് എന്ന് പറയുന്നത് ഇത് സി ആണെങ്കിൽ C ഷാർപ്പ് എന്ന് പറയും, ഡി ആണെങ്കിൽ D ഷാർപ്പ്, ഇതിപ്പോൾ F ആണെങ്കിൽ F ഷാർപ്പ്, G ആണെങ്കിൽ G ഷാർപ്പ്, A ആണെങ്കിൽ A ഷാർപ്പ്. വേറൊന്നുമില്ല. ഇത്രയും ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മനുഷ്യന്മാർക്ക് തലയിൽ കൺഫ്യൂഷൻ ആവില്ലേ? നമ്പർ തലയിരിക്കുന്നതിനേക്കാളും നല്ല എളുപ്പത്തിലല്ലേ പേരില്ല. അപ്പോൾ അത് കുറച്ചുകൂടി സിമ്പിൾഫൈ ചെയ്യാൻ വേണ്ടി 1 2 3 എന്ന് ഇടുന്നതിന് പകരം ഇതിലിപ്പോൾ CIDE എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു.
സിക്ക് സി ഷാർപ്പ്, ഡിക്ക് ഡി ഷാർപ്പ്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായി. ഇത് ഒരു സാധനം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലായി, നിങ്ങൾക്ക് ഇത് മനസ്സിലായി, ഇത് മനസ്സിലായി, ഇത് മനസ്സിലായി. അപ്പോൾ സെയിം സാധനമാണ് ഇവിടെ വായിച്ചാലും. സെയിം സിമ്പിൾ. പ്രാക്ടീസ് ചെയ്താൽ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് വരും. ഓക്കെ. അപ്പോൾ ഇതാണ് 12 നോട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇവിടെ ഇപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12. അടുത്ത് പിന്നെ ഇതിൻ്റെ അടുത്ത ഒക്ടേവ് ആയത് സി തന്നെയാണ്. അതും ചിലവർക്ക് അത് മനസ്സിലാവാതെ, അത് കേട്ട് പ്രാക്ടീസ് ആവുന്നതാണ്. ഇത് തന്നെയാണ് ഇതും. അതിൻ്റെ അടുത്ത ഫ്രീക്വൻസി, അടുത്ത ഒക്ടേവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ലോവർ ഒക്ടേവ് ഇങ്ങോട്ട്. ഒരു മ്യൂസിക് എന്ന് പറയുന്ന സമയത്ത് അത് ബേസിക്കലി മ്യൂസിക് തിയറി, ഒരു മ്യൂസിക് അറേഞ്ചർ എന്ന് പറയുന്ന ഒരു പുതിയൊരു സാധനം ഞാൻ കേട്ടു. അതുവരെ ഞാൻ മ്യൂസിക് ഡയറക്ടർ കേട്ടിട്ടുണ്ട്, ലിറിസിസ്റ്റ് കേട്ടിട്ടുണ്ട്, പിന്നെന്താ വോക്കലിസ്റ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ. പക്ഷേ അറേഞ്ചർ എന്തായാലും ഇടയ്ക്ക് ഞാൻ കീബോർഡിൻ്റെ ക്ലാസ്സിൽ പോയപ്പോൾ സാറാണ് പറഞ്ഞൊരു എന്താ മ്യൂസിക് അറേഞ്ചർ. റഹ്മാൻ ആക്ച്വലി ആദ്യം ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നില്ല, ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. അല്ല, മ്യൂസിക് അറേഞ്ചർ ആയിരുന്നു. മ്യൂസിക് അറേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് ഏതൊക്കെ മ്യൂസിക് എവിടെയൊക്കെ വെക്കണം, എപ്പോഴൊക്കെ എങ്ങനത്തെ ഏതൊക്കെ ഫ്രീക്വൻസി വരും, ആ ഒരു തീർ സാർ പറഞ്ഞതനുസരിച്ച് എന്ന് വെച്ചാൽ ഒരു മ്യൂസിക് ആവുന്ന സമയത്ത് അതിലെ എല്ലാ ഫ്രീക്വൻസീസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എനിക്ക് ആദ്യം അത് മനസ്സിലായില്ല എന്താണ് അത് ഉദ്ദേശിച്ചത്. പക്ഷേ കുറച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കത്തി ഏകദേശം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിലിപ്പോൾ സി ഡി ഇ എഫ്, അപ്പോൾ ഇത് പല ഒക്ടേവ്സ് ഉണ്ട്. ഇവിടെ ഇതിപ്പോൾ കിടക്കുന്ന ഇതൊരു ഒക്ടേവ്, അടുത്ത ഒക്ടേവ്. അപ്പോൾ ഇവിടെ ഒരു സാധനം വായിക്കുന്ന സമയത്ത് സെയിം സാധനം തന്നെ ഇവിടെയും കാണും. ഇവിടെ ഇപ്പോൾ ഇതൊരു ഒക്ടേവ് ആണ്. ഇതിൻ്റെ നേരെ താഴത്തെ ഒക്ടേവ് ഇവിടെ. ഇവിടെ അത് വായിക്കുന്ന സമയത്ത് പാരലായിട്ട് ഇവിടെ ഇത് തന്നെ വായിക്കണമെന്നില്ല, പകരം അതോട് മാച്ച് ചെയ്യുന്ന അതേ സ്കെയില്, അങ്ങനെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ആ സ്കെയിൽ, ഈ ഒരു സ്കെയിൽ എന്നാ പറയുന്നത്. ഇപ്പോൾ സ്കെയിൽ വേറൊന്നുമില്ല, ഇതാകം ഇന്ന് കുറേ ആൾക്കാരിങ്ങനെ പറഞ്ഞു കേൾക്കരുത്. സംഭവം വേറൊന്നുമില്ല, ഈ പറഞ്ഞിരിക്കുന്ന ഈ 12 നോട്ടിൽ ഏതൊക്കെയാണ് ഈ ഒരു പാട്ടിലുള്ളത്. അതായത് ചിലപ്പോൾ ഇത് വരണം, ഇതൊരു സ്കെയിലാണ്, ഇത് സി മേജർ സ്കെയിൽ എന്ന് പറയും. അതിൽ ഇത്രയും നോട്ട്സ് വരുന്നത്. പിന്നെ മൈനർ സ്കെയിലുണ്ട്. അതെ, ചിലപ്പോൾ തെറ്റാൻ ചാൻസ്, കാരണം എൻ്റെ തലയിൽ അത് ഇവിടെ മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 സി കഴിഞ്ഞിട്ട് 1 2 3 4. സോ അടുത്ത് ഇത് കഴിഞ്ഞിട്ട് 1 2 3 2 3 മേജർ. മൈനർ ആണെങ്കിൽ 3 4. അപ്പോൾ 1 2 3 1 2 3 1 2 3 4. മൈനർ, മേജർ. ആ ടോൺ കേട്ടാലും അറിയാം, ഒരു ഹാപ്പി ആൻഡ് സാഡ്, ആ ടോണിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ ഡിഫറെൻറ്റ് ഫീലിങ്സിനനുസരിച്ച് ഡിഫറെൻറ്റ് ടോൺസ് കൊണ്ടുവരാൻ പറ്റുക. സ്റ്റീഫൻ ഡേവിസയുടെ ഏതോ ഒരു എപ്പിസോഡിലുണ്ട്, ഒരു പെൺകുട്ടി എന്താ ഹൊറർ ആണെങ്കിൽ എങ്ങനെ വായിക്കണം, ഒരു ടോൺ എങ്ങനെ ഇടും, പിന്നെ മെലഡി ലവ് സോങ് ആണ് ഫീൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ടെറർ ആണെങ്കിൽ എങ്ങനെയാണ്, പിന്നെന്താ പീസ്ഫുൾ എങ്ങനെയാണ്,
അങ്ങനെ ഓരോ വികാരത്തിനനുസരിച്ച് ആക്ച്വലി ഓരോ മ്യൂസിക് എങ്ങനെ പോസിബിൾ ആണെന്ന് ചോദിക്കുന്നില്ല, പോസിബിൾ ആണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ബേസിക് സാധനം ഇതാണ്. അപ്പോൾ സി മേജർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. ഇതിൽ അത് മേജർ. അപ്പം ഈ മൈനർ ആക്കണമെങ്കിൽ അതായത് ഈ നോട്ട് തേർഡ് നോട്ടിനെ ഫ്ലാറ്റ് ആക്കിയാൽ മതി. ഫ്ലാറ്റ് ഷാർപ്പ് നേരത്തെ പറഞ്ഞു. സി ഇതാണെങ്കിൽ സിയിൽ ഷാർപ്പ് ഇത്. സി ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ. ഇനി വേറൊരു പേരുണ്ട്, ഏതാണ്? ബി. ബി എന്നും പറയാം, ഇനി സി ഫ്ലാറ്റ് എന്നും പറയാം. അപ്പോൾ ഒരു അരക്കട്ട നമ്മൾ ഈ അരക്കട്ട മുക്കാക്കട്ട അരക്കട്ട ചാടിച്ച അതിനെ ഷാർപ്പ് എന്ന് പറയുന്നത്. അരക്കട്ട താഴോട്ട് പോയാൽ ഫ്ലാറ്റ് എന്നും പറയും. ഇത് വെസ്റ്റേൺ മ്യൂസിക്കിൽ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഞാൻ കുറച്ചുകൂടെ ഇനി പഠിക്കാൻ ഇരിക്കുന്നു. ഇവിടുത്തെ മ്യൂസിക്കായിട്ട് എനിക്കറിയാം. കർണാട്ടിക് ആയാലും ഹിന്ദുസ്ഥാനി ആയാലും വ്യത്യാസം അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റേ കർണാട്ടിക് എപ്പോഴും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരു നോട്ട് സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ നോട്ട് ഒരു ഇപ്പോൾ തൊട്ട് താഴത്തെ ഒക്ടേവിൽ ഇപ്പോൾ നീലോട്ടോ പോലും പോയിട്ട് പോയി തൊട്ട് മുകളിലോട്ട് പോകണമെങ്കിലും തൊട്ട് താഴത്തെ നോട്ടിലേക്ക് വന്നതിന് ശേഷം മാത്രമേ പോകുള്ളൂ. ഹിന്ദുസ്ഥാനി അങ്ങനെയല്ല, തൊട്ട് മുകളിലത്തെ നോട്ടിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. തിരിച്ചാണ് പാട്ട് കേൾക്കുമ്പോൾ കറക്റ്റാണ്. കൃഷ്ണ ബാലോ കൃഷ്ണ അപ്പോ അത് പിന്നെന്താ ഹിന്ദുസ്ഥാൻ, അത് കർണാടക എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഹിന്ദുസ്ഥാൻ വരുന്ന സമയത്ത് കർണാടകം ഇതിലോട്ട് ജമ്പ് ചെയ്തൊരു ബുദ്ധിമുട്ടാണ്. ആരുടെ പാടി തൊണ്ടയിൽ വരുമായിരിക്കും. ആരുടെ നഷ്ടപ്രണയത്തിൻ തേങ്ങലും സാരംഗേ പാടാൻ കൊതിച്ചൊരു രാഗം അമീർ കല്യാണി എന്റെ മറന്നു പോയോ എന്റെ സാരംഗി എന്റെ മറന്നു പോയോ ആരുടെ നഷ്ടപ്രണയത്തിൻ തേങ്ങലും സാരംഗി പാട്ട് ഏതായിരുന്നു? മറ്റേ ഫാദേഴ്സ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പാട്ട്, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സിനിമ. കൊള്ളാം, അടിപൊളി. ആ മ്യൂസിക്കും സൂപ്പറാണ്. അത് ഹിന്ദുസ്ഥാനി രക്ഷയില്ല. പിന്നോട്ട് പാടി ഹരിഹരനാണെന്ന് തോന്നുന്നു. യെസ്, ഹരിഹരനല്ല. പിന്നെ ഏതാ പാട്ടുള്ള മറ്റേ കാര്യം
പറയാൻ മറന്ന പരിഭവങ്ങൾ പരിഭവങ്ങൾ പിന്നെയൊക്കെ അങ്ങോട്ട് ഒരു രക്ഷയില്ല. എന്നാലും പാടാൻ പറ്റും. ഇത്രയും മെനക്കെട്ട് അത് മാത്രം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്കും പറ്റും. അപ്പോൾ ഓക്കെ, പറഞ്ഞിട്ടാ പ്രശ്നം. പറഞ്ഞു തുടങ്ങി എവിടെ എത്തി. ഒരു മ്യൂസിക്കിൻ്റെ വീഡിയോ തുടങ്ങിയതാണ്. ഇപ്പോൾ കറണ്ട് ഹിന്ദുസ്ഥാനി കർണാട്ടിക് ഇതാ. ഈ ബ്രാൻഡമായിട്ടുള്ള പോക്ക് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്ക് അവിടെ എന്താണ് ഒരുപാട് സ്ഥലങ്ങളുടെ ചെല്ലി. ഓക്കെ, അപ്പോൾ പാട്ടിപ്പോൾ എത്ര ദിവസം? 4ാമത്തെ ദിവസം ആയിരിക്കണം. 2 ദിവസം ലിറിസിസ്റ്റിന് അയച്ചെടുത്തപ്പോൾ എന്താ അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ നെക്സ്റ്റ് എടുക്കുന്നതായിരിക്കും.